തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ് ക്രിസ്തുവിൻ്റെ വരവിന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കുവാനായിട്ട്. ക്രിസ്മസുമായിട്ട് ചേർന്ന് ധ്യാനിക്കാവുന്ന ഒരു സംഭവമാണ് 1934 ക്രിസ്മസ് രാത്രിയിൽ ഇറ്റലിയിലെ കൊറിനാൾഡോ നഗരത്തിൽ നടന്ന ഒരു സംഭവം. പാതിരാ കുർബാനയ്ക്ക് പോകുവാനായിട്ട് ഒരമ്മ ഒരുങ്ങുകയാണ്. പെട്ടെന്ന് വാതിൽക്കൽ ഒരാൾ വന്ന് മുട്ടുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഈ അമ്മ തിരിച്ചറിയുന്നത് 11 വയസ്സുള്ള തൻ്റെ മകളെ 14 തവണ മാരകമായി കുത്തി മുറിവേൽപ്പിച്ച് കൊന്ന ഘാതകൻ ജയിൽ മോചിതനായി ജയിൽ ശിക്ഷ കഴിഞ്ഞ് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ്. മരിയ ഗൊരേത്തി എന്ന 11 വയസ്സുള്ള പെൺകുട്ടിയെ മാരകമായി കുത്തി മുറിവേൽപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട അലക്സാണ്ടർ. ആ അലക്സാണ്ടർ തൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നിട്ട് ഈ അമ്മ അസുന്തയുടെ മുമ്പിൽ കാല് പിടിച്ചു പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ക്രിസ്മസ് രാത്രിയിലെ പാതിരാ കുർബാനയ്ക്കായിട്ട് വസ്ത്രങ്ങൾ ധരിച്ച് ഒരുങ്ങുന്ന സമയത്ത് തൻ്റെ മുമ്പിൽ വന്ന് കാല് പിടിച്ച് നിൽക്കുന്ന അലക്സാണ്ടറിനെ സ്നേഹത്തോടെ ഈ അമ്മ പിടിച്ചുയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ മകൾ നിന്നോട് ക്ഷമിച്ചു. മരിക്കുന്നതിന് മുമ്പ് അവൾ നിന്നോട് ക്ഷമിച്ചിരുന്നു. ഞാനും ക്ഷമിച്ചു. ദൈവം നിന്നോട് ക്ഷമിച്ചു, എൻ്റെ മകൾ നിന്നോട് ക്ഷമിച്ചു. പിന്നെ ഞാൻ ക്ഷമിക്കാതിരിക്കുന്നത് ശരിയല്ല. ഞാനും നിന്നോട് ക്ഷമിക്കുന്നു. നമുക്ക് ഈ ക്രിസ്മസിൽ ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോകാം. അങ്ങനെ 1934 ആ ക്രിസ്മസ് പാതിരാ കുർബാനയിൽ അസുന്തയുടെ പ്രിയപ്പെട്ട മകളെ കൊന്ന അലക്സാണ്ടറും ദേവാലയത്തിലെത്തിയപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം അത്ഭുതമായി. ക്ഷമയുടെ ആഴം, ഇവരുടെ സാന്നിധ്യം അനേകരിലേക്ക് തൊട്ടുണർത്തി. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ക്രിസ്മസ് ക്ഷമിക്കുവാനായിട്ടുള്ള ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാനായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ക്ഷമിക്കാതെയുള്ള നമ്മുടെ ആഘോഷങ്ങൾ, ക്രിസ്മസ് ആഘോഷങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാതെ പോകുമെന്ന് കൂടി തിരിച്ചറിയണം. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 25 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവേൻ. ഈശോയുടെ വചനമാണ്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയായി പിറക്കുന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ ഹൃദയത്തിൽ ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ മനോഭാവമുണ്ടാകണം. ക്ഷമിക്കാത്ത ഹൃദയങ്ങളിൽ എത്ര നാൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചാലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. മരിയ ഗൊരേത്തിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം. കുഞ്ഞുനാളിൽ ഇവളെ വളർത്തുമ്പോൾ തന്നെ ഈ അമ്മ അസുന്ത ഓരോ പ്രാവശ്യം ഈ മകളോട് പറയുന്ന ഇതാണ്, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഒരു പാപവും നീ ചെയ്യരുത്. കുഞ്ഞുനാളിലെ ഈശോയെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ ഈ അസുന്ത ആ മകൾക്ക് പകർന്നു കൊടുത്തു. കാരണം മരിയ ഗൊരേത്തി ജനിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പൻ നഷ്ടപ്പെടുകയാണ്. പിന്നെ ഈ അമ്മയാണ് ഏക ആശ്രയം. കർഷക കുടുംബമാണ്. അതുകൊണ്ട് മറ്റൊരു കുടുംബവുമായിട്ട് ചേർന്ന് അടുത്തടുത്ത് താമസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ മറ്റൊരു കുടുംബത്തിലെ അലക്സാണ്ടർ ആ മരിയ ഗൊരേത്തിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുവാനായിട്ട്, അവൾക്ക് 11 വയസ്സുള്ളപ്പോൾ അവളെ സ്വാധീനിക്കുമ്പോൾ അവൾ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടു. അലക്സാണ്ടറിനോട് എതിർത്ത് നിന്നു. അലക്സാണ്ടർ മാരകമായി തൻ്റെ ശരീരത്തിൽ കുത്തി കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴും മരിയ ഗൊരേത്തി പറയുന്നത്, അലക്സാണ്ടർ അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് നീ ചെയ്യരുത്, നിന്നോട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നുവെന്നാണ് മരിയ ഗൊരേത്തി ഓരോ കുത്തും തൻ്റെ ശരീരത്തിൽ അലക്സാണ്ടർ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്നത്.
പ്രിയമുള്ളവരെ, ക്ഷമയുടെ ആഴം നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഈ ക്രിസ്മസ് ആഘോഷ നാളുകളിൽ നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ കാര്യങ്ങൾ ക്ഷമിക്കാൻ പോലും കഴിയാതെ വെറുപ്പും വാശിയും വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ആഘോഷങ്ങളെ വികലമാക്കുന്നുണ്ടോ? മാർക്കൂസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12 ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നുണ്ട്. വിശുദ്ധ കുർബാനകളിൽ ചെന്നിട്ട് പോലും നമ്മൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് ക്ഷമിക്കാത്ത ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ ഈശോയുടെ സാന്നിധ്യം നമ്മളിൽ നിറയുകയില്ല. ക്ഷമിക്കുന്ന എളിമയുള്ള ഹൃദയങ്ങളിലാണ് ഈശോ വന്ന് പിറക്കുന്നത്. നസ്രത്തിലെ ഈശോ, അല്ലെങ്കിൽ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോ, അവൻ ലാളിത്യത്തിലും ക്ഷമയിലും നമുക്ക് മാതൃകയാണ്. ക്രിസ്തുവിൻ്റെ ലാളിത്യവും ക്രിസ്തുവിൻ്റെ ക്ഷമയും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്താതെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ അത് യഥാർത്ഥ ആഘോഷമല്ല എന്ന് തിരിച്ചറിയണം. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 13 ഇപ്രകാരമാണ്: ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. പ്രിയമുള്ളവരെ, ഈശോ എപ്രകാരം നമ്മളോട് ക്ഷമിച്ചുവെന്ന് നമുക്കറിയാം. നമ്മുടെ നിരവധിയായ പാപങ്ങളും അപരാധങ്ങളും ഈശോ കണക്കിലെടുക്കാതെ തൻ്റെ കരുണ കൊണ്ട്, തൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുക്കി, തൻ്റെ ചുടുനിണം നമ്മളിലേക്ക് ഒഴുക്കിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ട്. കാൽവരിയോളം ക്രിസ്തു ക്ഷമിച്ചത് നമ്മൾ ധ്യാനിക്കുന്നു, മനസ്സിലാക്കുന്നു. തന്നെ പീഡിപ്പിച്ചവരോട് ക്രിസ്തു ക്ഷമിച്ചിട്ടില്ലേ? തന്നെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് തന്നെ കളിയാക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും നീ രാജാവാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞ ആ ചുറ്റും നിന്നവരോട്, തന്നെ പരിഹസിച്ചവരോടും ഈശോ ക്ഷമിച്ചില്ലേ? തൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി ആ അന്ധനായ ആ ഒറ്റക്കണ്ണനായ ലുങ്കിനോസിനോട് ഈശോ ക്ഷമിച്ച് അവന് സൗഖ്യം നൽകിയില്ലേ? ഈശോയുടെ ക്ഷമയുടെ ആഴങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെങ്കിലും നമുക്ക് ഈ ആഘോഷങ്ങളുടെ മുന്നോടിയായി ബന്ധങ്ങളിലേക്ക് ഒന്ന് കടന്നു വന്ന് ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകണം. ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കുവാനും കഴിയുന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 31 സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമ കാണിച്ച് ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരോട് ആർദ്രതയോടെ സ്നേഹത്തോടെ ഇടപെടാനായിട്ട് കഴിയണം. നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ കുറ്റപ്പെടുത്തിയവർ, നമ്മളെ പരിഹസിച്ചവർ, നമ്മളെ നിന്ദിച്ചവർ, ഒരുപക്ഷെ നമ്മുടെ നല്ല നിരങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരൊക്കെ, പ്രിയമുള്ളവരെ, അവരൊക്കെ നമ്മുടെ ക്ഷമ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം. അവരോടൊക്കെ ക്ഷമിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു ഈ നാളുകളിൽ. ലൂക്കയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 37 നിങ്ങൾ വിധിക്കാതിരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോട് ക്ഷമിക്കപ്പെടും. കുറ്റം ആരോപിക്കുവാൻ ഒത്തിരിയേറെ നമുക്ക് കാര്യങ്ങളുണ്ടാകാം. നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയവരോട് അവരുടെ മേൽ കുറ്റം ആരോപിക്കുവാൻ ഒത്തിരി ഉണ്ടാകാം. എന്നാലും തിരുവചനം പറയുന്നത് ആരോടും കുറ്റം ആരോപിക്കാതെ നിരുപാധികം ക്ഷമിക്കുക. ക്രിസ്മസ് നമ്മളെ ക്ഷമയുടെ ആഴങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശുവിൻ്റെ ആ ജനന തിരുനാളിന് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഒരുങ്ങേണ്ടത് ക്ഷമയുടെ തലത്തിലായിരിക്കണം. എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയണം. 1999 ജനുവരി 23-ാം തീയതി നമ്മൾ ഒരു ക്ഷമയുടെ ആഴം നമ്മൾ കാണുന്നുണ്ട്. ഗ്ലാഡീസ് സ്റ്റെയിൻസിൻ്റെ ക്ഷമ. ഗ്രഹാം സ്റ്റെയിൻസിനെയും തൻ്റെ ജീവിത പങ്കാളി ഗ്രഹാം സ്റ്റെയിൻസിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും 2 മക്കൾ, തിമോത്തി, ഫിലിപ്പിന് 10 വയസ്സ്, തിമോത്തിക്ക് 6 വയസ്സ്. ഈ 10 വയസ്സും 6 വയസ്സുമുള്ള തൻ്റെ ഓമനത്വമുള്ള 2 മക്കളെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്ന ജീവിത പങ്കാളിയെയും ജീപ്പിലിട്ട് കത്തിച്ചു കൊന്ന് ആ ഘാതകനോട് ഗ്ലാഡീസ് സ്റ്റെയിൻസ് പറഞ്ഞു, ഞാൻ ക്ഷമിക്കുന്നു. കുരിശിലെ ഈശോ ക്ഷമിക്കുവാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് ക്ഷമയുടെ ആഴങ്ങളിലേക്ക് ജീവിതം നയിക്കുവാൻ ഈ ഗ്ലാഡീസ് സ്റ്റെയിൻസ് തയ്യാറാവുകയാണ്. നമ്മളൊക്കെ ചെറിയ കാര്യങ്ങൾ അത് ക്ഷമിക്കുകയില്ല എന്ന് വാശി പിടിക്കുമ്പോൾ ക്ഷമയുടെ മാതൃക നൽകി ദൈവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് ക്ഷമിക്കുവാൻ വേണ്ടിയാണ്, ക്ഷമിക്കുവാൻ തയ്യാറാകാൻ വേണ്ടിയാണ്. എന്തിനേറെ നമ്മുടെ ജോൺ പോൾ 2-ാമൻ പാപ്പ
മെയ് മാസം 13-ാം തീയതി 1981 അദ്ദേഹം വത്തിക്കാൻ സ്ക്വയറിൽ ജനങ്ങളെ, വിശ്വാസികളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അലിഖ തൻ്റെ തോക്കെടുത്ത് ആ പാപ്പയെ വെടിവെച്ചു. മാരകമായി വെടിയുണ്ടകളേറ്റ് ഹോസ്പിറ്റലൈസ്ഡായ പാപ്പ ഹോസ്പിറ്റലിൽ റിക്കവർ ചെയ്ത് ജീവനിലേക്ക് തിരിച്ചു വന്ന് കഴിയുമ്പോൾ പാപ്പ അവനോട് ക്ഷമിച്ചു എന്നാണ് ആദ്യം പറയുക. അത് കഴിഞ്ഞതിന് ശേഷം ജയിലിൽ ചെന്ന് ഈ അലിഖയെ കണ്ടുകൊണ്ട് നിരൂപാധികം ക്ഷമിക്കുന്നുവെന്ന് അവനോട് പറയുകയും പരിശുദ്ധ കന്യകാമറിയമാണ് ആ ഒരു അവസ്ഥയിൽ, ആ ഒരു നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെ പൊതിഞ്ഞു പിടിച്ചതെന്ന് മാർപ്പാപ്പ തിരിച്ചറിഞ്ഞ് അലിഖയ്ക്ക് ഒരു ജപമാല നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ക്ഷമയുടെ ആഴങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസ ജീവിതം നയിച്ച അനേകർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അവരെ മാതൃകയാക്കുവാനായിട്ടുള്ള ഒരു വിളി കൂടി ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് തയ്യാറായിക്കൂടെ? ഇത്രത്തോളം ക്ഷമിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വന്നിട്ടില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടാതിരുന്നിട്ടും ചെറിയ നിസ്സാര കാര്യങ്ങളിൽ ഒരു തെറ്റിദ്ധാരണയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്കാകാം, അല്ലെങ്കിൽ ഒരു നോട്ടമാകാം, ഇതൊക്കെ വലിയ കാര്യമായി എടുത്തു വെച്ച് അവരോട് ഞാൻ ക്ഷമിക്കില്ല, അവരുമായി എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ എതിർസാക്ഷ്യം നൽകുന്നവരായിട്ട് മാറുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറുകയാണ്. ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും സംശയങ്ങളും വാശിയുമൊക്കെ ക്ഷമയുടെ അതിർവരമ്പുകൾ അത് ലംഘിക്കുന്നുണ്ടെങ്കിൽ അത് മാറുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ അറിയാതെ വന്ന ഒരു വാക്കാകാം. ആ വാക്ക് പറഞ്ഞ വ്യക്തി ക്ഷമ ചോദിക്കാൻ വന്നിട്ടും ക്ഷമിക്കുകയില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണ മൂലം എന്തെങ്കിലും പ്രവർത്തിച്ചത് മൂലം അത് തിരിച്ചറിയുമ്പോൾ ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച് കടന്നു വന്നിട്ടും ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് നമ്മൾ വാശി പറയുന്നുണ്ടോ? ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വസിക്കും എന്ന് തിരിച്ചറിയണം. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 22 പറയുകയാണ്. ദൈവം നമ്മോട് കൂടെ വസിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ക്ഷമിക്കുന്ന ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്നത്. ക്ഷമിക്കുന്ന ഹൃദയങ്ങളിൽ വസിക്കുവാനാണ് ഉണ്ണീശോ ആഗ്രഹിക്കുന്നത്. ജോസഫിൻ്റെ ജീവിതം, പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതം നമുക്ക് പരിചിതമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞു, അതുപോലെ തന്നെ ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു, പൊത്തിഫറിൻ്റെ ഭവനത്തിലെത്തുമ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യയിൽ നിന്ന് വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ ജയിലിൽ കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാർ ജോസഫിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുത്തിട്ട് അവനെ വിസ്മരിക്കുന്നു. ഈ തലങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ജോസഫ് അവൻ എല്ലാവരോടും ക്ഷമിക്കുവാനും നിരൂപാധികം ക്ഷമ കൊടുക്കുവാനും തയ്യാറായി. ഉള്ളിൽ ആരോടും ഒരു വെറുപ്പോ പരിഭവമോ വയ്ക്കാതെ ജോസഫ് തൻ്റെ ജീവിതം ദൈവത്തോട് ചേർത്ത് വെച്ച് നയിച്ചപ്പോൾ വചനം പറയുകയാണ്, ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു, ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവലായി നമ്മളോടൊപ്പം വസിക്കണമെങ്കിൽ നമ്മളും ഇതുപോലെ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകണം. ജോസഫിനെ ഓർത്ത് കർത്താവ് പൊത്തിഫറിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 5-ാം തിരുവചനം. ക്ഷമിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മുടെ കൂടെയുള്ള ചുറ്റുപാടുകൾ കൂടി ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകം 39:23 വാക്യം, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ കടന്നു പോകുന്ന മേഖലകൾ, അത് കർത്താവ് അനുഗ്രഹിച്ച് വിജയകരമായി മാറ്റണമെങ്കിൽ, വിജയം നൽകുന്ന അനുഭവങ്ങൾ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയണം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനമോ നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞ കർത്താവിനെ അനുകരിക്കുന്നവരാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് അവനോട് ഒത്തിരി വിഷമങ്ങൾ ചെയ്ത വ്യക്തികളോടൊക്കെ അവൻ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഒരുങ്ങുന്നതിന് മുമ്പ് അവൻ എല്ലാവരോടും ക്ഷമ ചോദിക്കാനായിട്ട് തയ്യാറായി. ഇന്ന് നമുക്ക് ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അവൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അവൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു.
അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആരുമായി ബന്ധമുള്ള ഫോൺ ബന്ധങ്ങളിലൂടെയൊക്കെ ഒന്ന് വിളിച്ച് സോറി പറയാനായിട്ട് തയ്യാറായി. ഹൃദയശുദ്ധതയോടെ ആ ക്രിസ്മസിൽ അവൻ കടന്നു ചെന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അന്ന് വരെ ലഭിക്കാത്ത ഒരു ദൈവാനുഭവം ആ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ചപ്പോൾ ലഭിച്ചു. ജീവിതത്തിൽ പിന്നെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അനുഗ്രഹങ്ങളുടെ ആഘോഷമായിരുന്നു. ജീവിതം ഒരു ബലമുള്ള ഒരു ജീവിതമായിട്ട് മാറി. പ്രിയമുള്ളവരെ, ക്ഷമിക്കാതെയൊക്കെ നമ്മൾ ക്രിസ്മസ് ദിനങ്ങളിൽ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഈശോയെ സ്വീകരിച്ചിട്ട് നമ്മുടെ ഭവനങ്ങളും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടാതെ പോകാൻ കാരണം നമ്മുടെ ഉള്ളിലെ ക്ഷമയില്ലായ്മയാണ്. ക്ഷമ കൊടുക്കാനായിട്ട് പറ്റാത്ത നമ്മുടെ വാശിയാണ്. അത് മാറുവാനായിട്ട് ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മളെ വിളിക്കുകയാണ്. ക്ഷമ സ്വീകരിക്കുവാനും ക്ഷമ കൊടുക്കുവാനും ഇന്ന് സാഹചര്യങ്ങൾ ഏറെയുണ്ട്. നമുക്ക് ഒന്ന് ഫോണിൽ വിളിച്ചൊന്ന് ക്ഷമ ചോദിക്കാം, അല്ലെങ്കിൽ ഒന്ന് നേരിട്ടൊന്ന് സംസാരിച്ച് ക്ഷമ ചോദിക്കാം. സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും അവസരങ്ങൾ ദൈവം തന്നിട്ടും ക്ഷമിക്കുകയില്ല എന്ന് നമ്മൾ വാശി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് യോഗ്യതയില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ഈശോ വേണ്ട എന്നാണ് നമ്മൾ പറയുക. ക്ഷമിക്കില്ല എന്ന് നമ്മൾ ഒരുവളോട് നമ്മൾ പറയുമ്പോൾ എനിക്ക് യേശു വേണ്ട എന്നാണ് മറ്റൊരു രീതിയിൽ നമ്മൾ അറിയാതെ പറയുന്നത്. കാരണം ക്ഷമിക്കുന്ന ഇടങ്ങളിലെ ക്രിസ്തു വസിക്കുകയുള്ളൂ. കർത്താവായ ഈശോ പൂർണ്ണമായും ക്ഷമിച്ച ജീവിതമായിരുന്നു. ജീവിതത്തിൽ എല്ലാവരോടും നിരുപാധികം ക്ഷമിച്ച ഈശോയുടെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കത് മാതൃക അനുകരിക്കുവാനായിട്ട് തയ്യാറാകണം. ഈ പരിചയമുള്ള ഒരു കുടുംബം അവർ ഒരുമിച്ച് വിവാഹ ജീവിതം നയിക്കുന്ന അവസരമാണ്. ഒരു കുഞ്ഞായി സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വാക്ക് അവൻ്റെ അധരങ്ങളിൽ നിന്ന് ഭാര്യയോട് അവൻ ഉതിർത്ത് സംസാരിച്ചു. ആ വാക്ക് അവൾ പിടിച്ചു. ആ വാക്ക് വെച്ച് അവർ തമ്മിൽ പിണങ്ങാനായിട്ട് ഇടയായി. ഇനി ഒരിക്കലും ഇവനുമായിട്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല, ഇവനോടൊപ്പം എനിക്കിനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് അവൾ അകലങ്ങളിലേക്ക് മാറി കുഞ്ഞുമായി. അപ്പോഴും ഇവൻ്റെ ഉള്ളിൽ ആ വാക്കോനെ ഓർത്ത് കാരണം ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ വികാരത്തെ, തൻ്റെ ക്ഷോഭത്തെ ഒന്ന് അടക്കാനായിട്ട് തയ്യാറാകാതെ പെട്ടെന്ന് പ്രതികരിച്ചതിൻ്റെ പരിണിത ഫലമാണ് അധരങ്ങളിൽ നിന്ന് പുറത്തു വന്ന ഈ വേണ്ടാത്തൊരു വാക്ക്. എന്നാൽ അവൾ ആ വാക്കിനെ വലിയൊരു ഗൗരവമായി എടുത്തിട്ട് ഇനി ഒരിക്കലും ഞാൻ ഇദ്ദേഹവുമായിട്ട് ജീവിക്കില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് അവൾ ഡിവോഴ്സിന് കോടതിയിൽ എത്തി. ക്രിസ്ത്യാനിയാണ്, പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും അനേകം ക്രിസ്മസ് ദിനങ്ങളിൽ ഒരു കൂസലുമില്ലാതെ ഈശോയെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴും അവൾ അറിയുന്നില്ല അവളുടെ ഉള്ളിൽ ക്രിസ്തു കടന്നു വരുന്നുണ്ടോ. ശ്രമിക്കാത്ത ഹൃദയത്തിൽ ഈശോയ്ക്ക് എങ്ങനെ വസിക്കാനായിട്ട് പറ്റും? ദൈവം നൽകിയ ബന്ധത്തെ, ആ വിശുദ്ധമായ ബന്ധത്തിൽ ഒന്ന് ക്ഷമിച്ച് സ്നേഹിച്ച് കരുതലോടെ ജീവിക്കേണ്ട ആ ബന്ധത്തെ മക്കളുടെ തലമുറയുടെ ജീവിതത്തിന് വേണ്ടി, മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒന്ന് ക്ഷമിച്ച് സാഹോദര്യത്തോടെ ജീവിക്കേണ്ട ജീവിതങ്ങളിൽ വാശി വെച്ചുകൊണ്ട് നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മുടെ തന്നെ തലമുറയ്ക്ക് ഒരു ശാപം നമ്മൾ വരുത്തി വയ്ക്കുകയില്ലേ? ദൈവത്തിൻ്റെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കുന്നില്ലേ? ക്ഷമിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മെ നോക്കി കരയുന്നുണ്ട്. ക്ഷമിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നോക്കി ദൈവം സന്തോഷിക്കുന്നുണ്ട്. ക്ഷമിക്കുമ്പോൾ നിൻ്റെ മുഖം ദൈവദൂതന് തുല്യമായിട്ട് മാറും. ക്ഷമിക്കാതിരിക്കുമ്പോൾ നിൻ്റെ മുഖം പിശാചിൻ്റെ ഒരു വാസസ്ഥലമായിട്ട് മാറുമെന്ന് കൂടി തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ക്ഷമിക്കുവാനായിട്ട് ദൈവം ഓരോ ആഘോഷങ്ങൾ നമുക്ക് നൽകുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മാമോദീസയാകാം, അല്ലെങ്കിൽ ഒരു ആദ്യ കുർബാനയാകാം, അല്ലെങ്കിൽ ഒരു വിവാഹ ആഘോഷമാകാം, അതല്ലെങ്കിൽ പുതിയ ഭവനം നിർമ്മിച്ച് ആ ഭവനത്തിലെ ഗൃഹപ്രവേശനമാകാം. ഇതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടിയാണ്. ക്ഷമിച്ച് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ്. ഓരോ വർഷവും ക്രിസ്മസും ഇതുപോലെ ദൈവം നമുക്ക് മുമ്പിൽ അവസരം തരികയാണ്. ക്ഷമിച്ച് സാഹോദര്യത്തിലാവുക. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി ഈശോയെ സ്വീകരിക്കുന്നതിന് മുമ്പ് ബന്ധങ്ങളിൽ ഒരു ക്ഷമയുടെ സാഹോദര്യം തീർത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടെ ഐക്യത്തിൽ മുന്നോട്ട് പോകാമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി ഈശോയെ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ്, പുണ്യദിനങ്ങളാണ് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഈ കാലഘട്ടമെന്ന് തിരിച്ചറിയണം. ഇന്ന് നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ ക്ഷമിക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ചില നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ ഇന്നും അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നിസ്സാര കാര്യങ്ങളാകാം,
പ്രിയമുള്ളവരെ, ക്ഷമയുടെ ആഴങ്ങളിലേക്ക് കടന്നു നീങ്ങിയ വ്യക്തികളെ നമ്മൾ കണ്ടില്ലേ? ഗ്രഹാം സ്റ്റെയിൻസ്, അവരുടെ ക്ഷമയുടെ ആഴം. അസുന്ദ, സ്വന്തം മകൾ നഷ്ടപ്പെട്ടിട്ട് പോലും ആ ഘാതകനോട് നിരുപാധികം ക്ഷമിക്കാനായിട്ട് അസുന്ദയ്ക്ക് ബലം നൽകിയത് ഈ ക്ഷമിക്കുന്ന ഈശോയോടുള്ള ബന്ധമാണ്. ക്ഷമിക്കാം നമുക്ക് നിരുപാധികം എല്ലാവരോടും. കാരണം ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്നത്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രം ഒരു വ്യക്തിയിൽ ആഴപ്പെട്ടു എന്ന് നോക്കുന്നത് അവൻ്റെ ഉള്ളിലെ ക്ഷമയുടെ ഭാവമാണ്. ക്ഷമിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ അനുഷ്ഠാനങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് അത് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ അതിന് സ്വീകാര്യത ഉണ്ടാവുകയില്ല. ഒരേ സമൂഹത്തിലെ വ്യക്തികൾ തമ്മിൽ നമുക്ക് ക്ഷമിക്കാനിന്ന് പറ്റുന്നില്ല. ഒരേ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് ആ വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ട് അവിടെ പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എവിടെ നിൽക്കുകയാണ്? ക്രിസ്ത്യാനി ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവനാണ്, ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവളാണ്. ജയിലറകളിൽ അടയ്ക്കപ്പെടുമ്പോഴും ജയിലുകളിൽ തങ്ങളെ പീഡിപ്പിക്കുമ്പോഴും അവർ ക്ഷമിക്കുവാനായിട്ട് തയ്യാറായി. വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. അവരെ പീഡിപ്പിച്ചവരോട് അവർ നിരുപാധികം ക്ഷമിക്കുന്നത് കാണാൻ പറ്റും. അവരെ കൊല്ലാൻ കൊണ്ടുപോകുന്നവരോടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്ഷമിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. കാരണം ക്രിസ്തു ക്ഷമയുടെ പാഠം നമുക്ക് നൽകിയതാണ്. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അവന് എന്നെ കാരണം ഈശോയുടെ മാതൃകയാണ് അനുകരിക്കേണ്ടത്. ഈശോയെ അനുഗമിക്കുന്ന, ഈശോയിൽ വിശ്വസിക്കുന്ന വ്യക്തി ഈശോ കാണിച്ച പാതയിലൂടെ ചരിക്കാനായിട്ട് കഴിയണം. ഈശോ ക്ഷമയുടെ പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ മനോഹരമായി തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പീഡാസഹന അനുഭവങ്ങളിലൂടെ ഈശോ കടന്നു പോകുമ്പോഴൊക്കെ ഈശോ അവിടെയൊക്കെ എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കുന്നത് കാണാൻ പറ്റും. ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിലും ഈശോ കാണുന്നുണ്ടെല്ലാം. തന്നെ പീഡിപ്പിക്കുന്നവരെ, തന്നെ നിന്ദിക്കുന്നവരെ, അതുപോലെ തന്നെ എല്ലാവരെയും ഈശോ മുൻകൂട്ടി കണ്ടിട്ട് അവർക്ക് വേണ്ടി ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ബന്ധങ്ങളിൽ നമുക്ക് ക്ഷമിക്കാൻ തയ്യാറാകാം. മാതാപിതാക്കളും മക്കളും തമ്മിൽ വർഷങ്ങളായി അകന്നു നിൽക്കുവാൻ കാരണമാകുന്ന, ക്ഷമിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് ദിനത്തിലെങ്കിലും നമുക്കത് മാറ്റുവാനായിട്ട് തയ്യാറാകണം. ഇത്രയും വർഷക്കാലം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു, ഇനി ശേഷിച്ച ജീവിതവും ഇങ്ങനെ തന്നെ പോകട്ടെ, അവരുമായി എനിക്ക് ബന്ധം വേണ്ട എന്ന് നീ വാശി പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ നിത്യതയെ നീ തന്നെ തകർക്കുവാനായിട്ട് അത് കാരണമാകുന്നുണ്ട്. ക്ഷമിക്കുമ്പോഴാണ് ഹൃദയത്തിൽ ശാന്തതയും സമാധാനവും നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നത്. ക്ഷമിക്കാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി അസ്വസ്ഥനാണ്. ജീവിതത്തിലെ പല മേഖലകളിലും വ്യക്തി ശാരീരികമായി, മാനസികമായി, അതുപോലെ തന്നെ ആത്മീയമായി തകർന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി നടന്നു നീങ്ങുന്നുണ്ട് ക്ഷമിക്കാതിരിക്കുമ്പോൾ. എന്നാൽ നമ്മൾ ക്ഷമിച്ചു കഴിയുമ്പോൾ ഹൃദയത്തിലെ ഭാരം കുറയും, ഹൃദയത്തിലെ ആ സമ്മർദ്ദം കുറയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു വാക്കുകൊണ്ട് നമുക്ക് ക്ഷമയുടെ സാഹോദര്യം നമുക്ക് രൂപപ്പെടുത്താനായിട്ട് പറ്റും. ഒറ്റ വാക്ക് മതി. അറിഞ്ഞില്ല, സോറി, തെറ്റുപറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കണം എന്ന് പറയാനായിട്ടുള്ള ഒരു വിനയം നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട്? അവരുടെ മുമ്പിൽ ഒന്ന് ക്ഷമ ചോദിക്കാനായിട്ട്, ഒന്ന് കുനിയുവാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ക്ഷമിക്കുകയില്ല എന്നുള്ള വാശി പിടിച്ച് നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ വികലമാക്കി ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് എതിർസാക്ഷ്യം കൊടുക്കുകയാണ്. ക്രിസ്മസ് മറ്റുള്ളവർക്ക് നക്ഷത്രമാകാനായിട്ടുള്ളൊരു വിളിയാണെന്ന് കൂടി തിരിച്ചറിയണം. ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുന്ന നക്ഷത്രമായി നീ മാറണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ ക്ഷമിക്കാൻ തയ്യാറാകണം. നീ ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ നോക്കി ദൈവത്തെ കണ്ടുമുട്ടുമെന്ന് തിരിച്ചറിയുക. നീ വിട്ടുകൊടുക്കുമ്പോൾ നിൻ്റെ ബന്ധങ്ങളിൽ നീ ക്ഷമയുടെ ആ നല്ല പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നിന്നെ കാണുന്ന മറ്റു മനുഷ്യർ പറയും, അവൻ യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, അവൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. കാരണം ക്ഷമിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലാണ് യേശു വസിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരും രക്ഷകനായ ഈശോയെ കണ്ടുമുട്ടുവാനായിട്ട് ഈ തിരുനാളുകൾ സഹായകമാകണമെങ്കിൽ നമുക്ക് നിരുപാധികം ക്ഷമിച്ച് സാഹോദര്യത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുന്നവരാകാം. ഈ ക്ഷമയില്ലായ്മയുടെ മതിൽക്കലുകളെ നമുക്ക് പൊളിച്ചു മാറ്റാം. ക്ഷമിക്കാത്ത മതിൽക്കെട്ടുകൾ ഇന്ന് നമ്മൾ കെട്ടിപ്പൊക്കിയിട്ട് ആ മതിലിൻ്റെ ഉള്ളിൽ ഇരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ആ മതിലുകളിലുള്ളിലിരുന്ന് ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ഭവനങ്ങളിൽ നക്ഷത്രം തൂക്കിയതിന് ശേഷം നമ്മുടെ ജീവിതങ്ങളിൽ ക്ഷമിക്കാത്ത ജീവിതമാണെങ്കിൽ
ആ നക്ഷത്രത്തിൻ്റെ അർത്ഥം തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. നക്ഷത്രം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ട് സഹായിച്ചതാണ്. പൂജ്യ രാജാക്കന്മാർക്ക് അവരെ ബത്ലഹേമിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ നക്ഷത്രമായിരുന്നു. നീ നിൻ്റെ ബന്ധങ്ങളിൽ ക്ഷമിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ യേശുവിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ക്ഷമിക്കാതിരിക്കുമ്പോൾ നീ മറ്റുള്ളവരെ യേശുവിൽ നിന്ന് അകറ്റുകയാണെന്ന് കൂടി തിരിച്ചറിയുക. ഈ ദിനത്തിൽ നമുക്ക് ക്ഷമയുടെ നല്ല അനുഭവങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്ഷമിക്കാനായിട്ടുള്ള കരുത്ത് തരുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ കരുത്ത് തരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിയും. അസുന്തയ്ക്ക് തൻ്റെ മകളെ കൊന്ന ഘാതകനായ അലക്സാണ്ടറോട് ക്ഷമിക്കാൻ ശക്തി കൊടുത്ത ആ പരിശുദ്ധാത്മാവിനോട് നമ്മളും പ്രാർത്ഥിക്കണം. വിശുദ്ധ ജോൺ ബോൾ പാപ്പയ്ക്ക്, രണ്ടാം ജോൺ ബോൾ പാപ്പയ്ക്ക് തന്നെ കൊല്ലാൻ ശ്രമിച്ച അലിഖയോട് ക്ഷമ കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനോട് നമ്മളും പ്രാർത്ഥിക്കണം. നമ്മളെ പീഡിപ്പിച്ചവരോട് ക്ഷമിക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന്. ഈ ദിനത്തിൽ നിരുപാധികം ക്ഷമിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ദൈവത്തോട് അതിനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ക്രിസ്മസ് നമുക്കും മറ്റുള്ളവർക്കും ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു നക്ഷത്രമായി മാറും. കരങ്ങൾ കൂപ്പാം. കാരുണ്യവാനായ ദൈവമേ, ക്രിസ്മസ് കാലഘട്ടത്തിൽ ക്ഷമിക്കാത്ത വ്യക്തിബന്ധങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിബന്ധങ്ങളിൽ ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ക്ഷമയുടെ മതിൽക്കെട്ടുകൾ കർത്താവെ, ക്ഷമിക്കാത്ത മതിലുകൾ ഞങ്ങളുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ, ക്ഷമിക്കുകയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പൊക്കിയ മതിൽക്കെട്ടുകളെ ഈ ക്രിസ്മസ് ദിനത്തിൽ കർത്താവെ ഞങ്ങളിൽ നിന്ന് നീ പൊളിച്ചു മാറ്റണമേ. മതിലുകളില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടെ ഐക്യത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ടുള്ള ഹൃദയത്തിൻ്റെ വിശാലത ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.